വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ, വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തടി കൊണ്ടുണ്ടാക്കിയ ഒരു മേശയോ കസേരയോ ഒടിഞ്ഞു പോയാൽ അത് വീണ്ടും പണിയുവാൻ നാം കല്ലുപണിക്കാരൻ്റെ കയ്യിലോ ലോഹം പണിയുന്നവരുടെ അടുക്കലോ തട്ടാൻ്റെ അടുക്കലോ കൊണ്ടുപോകാറില്ല. മരയാശാരിയുടെ അടുക്കൽ കൊണ്ടുവന്ന് ആണ് അതിൻ്റെ കേടുപാടുകൾ നമ്മൾ പോക്കുന്നത്, മെയിൻ്റനൻസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബം പണിത, കുടുംബത്തെ സൃഷ്ടിച്ച, കുടുംബം പണിത കർത്താവിൻ്റെ അടുക്കലായിരിക്കണം കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമ്മൾ ചെല്ലേണ്ടത്. നമ്മുടെ കുടുംബത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ തകർച്ചകളോ ആണെങ്കിലും അവയെ ആ പൊട്ടിപ്പോയ ആ തകർന്ന അവസ്ഥയോടെ കുടുംബം പണിത, കുടുംബം സ്ഥാപിച്ച യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ അവനത് വീണ്ടും മെയിൻ്റെനൻസ് ചെയ്തു തരും, അത് ശരിയാക്കി തരും. ഈ ഒരു അഭിഷേകം ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനിക്കുന്ന വിഷയം നമ്മുടെ കുടുംബത്തിൻ്റെ കേടുപാടുകൾ പോക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലേക്ക് അനേകം കുടുംബ തകർച്ചകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ കടന്നു വന്നിട്ടുണ്ടാകാം. ഒരു കുടുംബത്തിലും ഒരു പ്രശ്നവും ഇല്ലാത്ത കുടുംബങ്ങളില്ല. ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇന്ന് അനേക കുടുംബങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളായിട്ടുണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ പൂർവികരിൽ നിന്ന്, നമ്മുടെ മരിച്ചുപോയ അപ്പനിൽ നിന്ന്, വല്യപ്പന്മാരിൽ നിന്ന്, അവരുടെ പ്രവൃത്തിയുടെ അനന്തരഫലമായി പല പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ട് അവരുണ്ടാക്കിയ പ്രശ്നങ്ങളുടെ അനന്തരഫലം ഇന്ന് നമ്മളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചില ശാപങ്ങളുടെ ലക്ഷണങ്ങളായിരിക്കാം, ചില തകർച്ചകളായിരിക്കാം, കടബാധ്യതയായിരിക്കാം, ചില അപമാനങ്ങളായിരിക്കാം, ഒറ്റപ്പെടുത്തലുകൾ, ഇല്ലായ്മ, ഒരു ഗതിയുമില്ലാത്ത, ഉയർച്ചയില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള പല തകർച്ചകളും കെടുതികളും അനുഭവിക്കുന്ന വ്യക്തികളിൽ ചിലരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ ഒരു വിടുതൽ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ചില ദൈവജനഭാഗങ്ങളെടുത്ത് നമ്മൾ ധ്യാനിക്കുകയാണ്. നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കും.
യെശയ്യായുടെ പുസ്തകം അതിൻ്റെ 58-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേട് പോക്കുന്നവൻ എന്നും നീ വിളിക്കപ്പെടും. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ നീ പുനരുദ്ധീകരിക്കും. നിന്റെ ഭവനത്തിനുണ്ടായ കേടുപാടുകൾ നീ പോക്കുന്നവൻ ആയി മാറും. അനേക നഷ്ടശിഷ്ടങ്ങൾ പരിഹരിക്കുന്നവനെന്നും ഭവനങ്ങളുടെ കേട് പോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. വളരെ മനോഹരമായ ഒരു തിരുവചനമാണിത്. ആര് വിളിക്കും നമ്മളെ ഇങ്ങനെ? നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ മക്കളോ നമ്മുടെ കൊച്ചുമക്കളോ ഒക്കെ. അവർ ഒരിക്കൽ വരും കാലങ്ങളിൽ ഇങ്ങനെ പറയും. എന്തു പറയും? ജീവിച്ചിരിക്കുന്ന നമ്മൾ ഈ കാലഘട്ടത്ത് നമ്മുടെ കുടുംബത്തിനുണ്ടായ അനർത്ഥങ്ങൾ, കേടുപാടുകൾ, അപമാനങ്ങൾ, നിന്ദനങ്ങൾ ഇവയൊക്കെ പരിഹരിച്ച ഒരു വ്യക്തിയാണ് എന്ന് നമ്മുടെ അടുത്ത തലമുറ നമ്മളെ നോക്കി നാളെ പറയുന്ന ഒരു കാലം ഉണ്ടാകണം. അതാണ് തിരുവചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന കുടുംബ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന പല നൊമ്പരങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും പാളിച്ചകളും ഒരുപക്ഷേ കുടുംബപരമായി പാരമ്പര്യമായി പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് അവരുടെ ചെയ്തികളുടെ ഒരു ഭാഗമായിട്ട് എന്നിലേക്ക് വന്നതായിരിക്കാം, നമ്മുടെ കുടുംബത്തിലോട്ട് വന്നതായിരിക്കാം. അപ്പം അവർ ചെയ്തതിൻ്റെ പരിണതഫലത്തിൻ്റെ ഒരു ഭാഗം ഒന്നും അറിയാതെ ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. സാരമില്ല, പരിഹാരമുണ്ടെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരാണ്ടോ ചെയ്ത ചില പ്രവൃത്തിയുടെ ഫലമായി ഇന്ന് നിങ്ങളത് അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അപ്പനോ വല്യപ്പനോ ഉണ്ടായിരുന്ന പണം മുഴുവൻ കുടിച്ച് ബിസിനസ് ചെയ്ത് ചൊവ്വേ നേരെ നോക്കാതെ മുഴുവൻ നശിപ്പിച്ച് കാണുമായിരിക്കാം. ഇന്ന് കടം ഏറി കടം വീട്ടാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ കുടുംബം കടക്കെണിയിൽ വന്നിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ അപ്പൻ ഇതൊന്നും വീട്ടാൻ പറ്റാത്ത വിധത്തിൽ പ്രായമേറെയായി, അല്ലെങ്കിൽ അപ്പൻ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. അപ്പം ആ പ്രാരാബ്ധങ്ങളെല്ലാം നിങ്ങളുടെ തലയിൽ വന്നിരിക്കുകയാണ്. ഇനി അല്ലെങ്കിൽ വേറെ ഒരു വിഷയമായിരിക്കാം. അപ്പം ഏത് വിഷയത്തിലും ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ചില കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങളുടെ പേരിനുള്ള പേര്, അല്ലെ കുടുംബത്തിന് ഉള്ള ആ നല്ല പേരങ്ങ് പോയിരിക്കുക, ഒരു മോശമായ പേര് നിങ്ങളുടെ കുടുംബത്തിന് മേൽ വീണിട്ടുണ്ടായിരിക്കാം, ഒരു സൽപ്പേരിന് കളങ്കം വന്നിട്ടുണ്ടായിരിക്കാം, ഒരു അപമാനം നിങ്ങളുടെ മേലോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലോ വന്നിട്ടുണ്ടായിരിക്കാം. തലയെടുപ്പോടെ മറ്റുള്ള സമൂഹത്തിന് മുമ്പിൽ നിൽക്കുവാൻ, യാത്ര ചെയ്യുവാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം. എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ആ കുടുംബത്തിൽ ആ പ്രശ്നത്തിന് പങ്കാളിയായി മാറിയിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പരിഹാരം ചെയ്യുവാൻ, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് കുടുംബപരമായി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന അനേകം ചീത്തയായ പേരുകൾ ഉണ്ട്. അവർ പലതും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കാം, ദുർമാതൃക നൽകിയിട്ടുണ്ടായിരിക്കാം, മക്കളായി നമുക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ലായിരിക്കാം,
കൊള്ളം കൂടെ നശിപ്പിച്ചവരായിരിക്കാം. കുടിച്ച് 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 നാട്ടിലൊരു അപമാനമുണ്ടാക്കി. അപ്പം അപമാനത്തിൻ്റെ വക്കിലൂടെയായിരിക്കാം നീയോ നിൻ്റെ കുടുംബമോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കുടുംബത്തിൽ വന്ന് കേടുപാടുകൾ എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ബൈബിൾ പറയുന്നു, കേടുപാടുകൾ പോക്കുന്നവനെന്നും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ഭവനങ്ങളുടെ കേടുപാടുകൾ പോക്കുവാൻ, മാറ്റുവാൻ, അത് പരിഹരിക്കുവാൻ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് സാധിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റാരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ ആരുമായിക്കോട്ടെ, ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം, പ്രതിസന്ധികൾക്ക് കാരണം, ഈ ഉയർച്ചയില്ലായ്മയ്ക്ക് കാരണം, മുന്നോട്ട് പോകാൻ പറ്റാത്ത ജീവിതം ഇടിച്ചു നിൽക്കുന്ന അവസ്ഥയ്ക്ക് കാരണം മറ്റാരുടെ മേലെങ്കിലും ചുമത്തി അവരെ കുറ്റം പറഞ്ഞ് പഴി പറഞ്ഞ് നിങ്ങൾ ജീവിക്കരുതേ എന്ന് പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതിൻ്റെ ആവശ്യമില്ല. കാലിൽ ഒരു അഴുക്ക് പറ്റിയാൽ, നടന്നു പോകുന്ന വഴി കാലിൽ ചാണകം പറ്റി, എന്തു ചെയ്യും? പശുവിനെ തെറി പറയുമോ നമ്മൾ? ഇല്ല. നമ്മൾ ഉടനെ തന്നെ അങ്ങോട്ട് മാറി ചെന്ന് കഴുകും, കഴുകി വൃത്തിയായിട്ട് നടക്കും. അതേ അനുഭവം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായ ആ ചീത്തയായ പേര് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന, കുടുംബത്തിൻ്റെ മേൽ വന്ന, നിങ്ങളെ മേൽ വന്ന ചില തകർച്ചകൾ, ചില കേടുപാടുകൾ, ചില പ്രതിസന്ധികൾ, പ്രിയമുള്ളവരെ, ഇത് വന്നു ചേർന്നു. എന്നാൽ ഇതിനെ പരിഹരിക്കുവാൻ, ഇതിനെ മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. അനേകം തലമുറകളുടെ അടിസ്ഥാനം നിങ്ങൾ പണിയും. അപ്പം എനിക്ക് വെറുതെ എൻ്റെ കുടുംബത്തിൽ നിന്ന്, പിതാക്കന്മാരിൽ നിന്ന് പലതും എനിക്ക് പല ശാപങ്ങളും തകർച്ചകളും എനിക്ക് കിട്ടി, ഞാനത് അനുഭവിക്കുന്നു, ഇനി അതെൻ്റെ മക്കളിലേക്കും കൈമാറി കൊടുത്തേക്കാം എന്ന മനോഭാവത്തിൽ നിങ്ങൾ ഇരിക്കരുത്. കുടുംബങ്ങളുടെ മേൽ വന്നിരിക്കുന്ന കേടുപാടുകൾ നീ പോക്കുന്നവനായി മാറണമെന്ന് തിരുവചനം പഠിപ്പിക്കുക. നമ്മുടെയൊക്കെ ഭവനങ്ങൾക്ക് 5 വർഷം അല്ലെ 10 വർഷം കഴിയുമ്പോൾ പെയിൻ്റ് എല്ലാം പോയി ചിലടത്തൊക്കെ പൊട്ടിപ്പൊളിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? മെയിൻ്റനൻസ് വർക്ക് ചെയ്യാറുണ്ട്. വീടുകൾ മെയിൻ്റനൻസ് വർക്ക് ചെയ്യും. ഇതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ മേൽ വന്ന പാളിച്ചകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, തകർച്ചകൾ, ശാപങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വന്ന, തലമുറകളായി വന്ന ഈ പ്രശ്നത്തെ, കേടുപാടുകൾ പോക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ വരും തലമുറ, നിങ്ങളുടെ മക്കളോ മക്കളുടെ മക്കളോ ഒക്കെ നിങ്ങൾ മരിച്ചു പോയിട്ടാണെങ്കിലും അവർ പറയും, അവർക്ക് നല്ലൊരു അഭിവൃദ്ധി, ഉയർച്ച, നല്ല സ്ഥാനക്കയറ്റം, സന്തോഷകരമായ ഒരു കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, കുടുംബജീവിതമൊക്കെ അവർ നയിക്കുമ്പോൾ, ഉന്നത സ്ഥാനങ്ങളിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ, അവർ ഒന്നിച്ചു കൂടുമ്പോൾ ഇങ്ങനെ പറയും. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നമുക്ക് ഈ ഉയർച്ച ഉണ്ടായതിൻ്റെ കാരണം, നമുക്ക് ഈ നന്മ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം, ഈ സമൃദ്ധി നമുക്ക് അനുഭവിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ വല്യപ്പൻ അല്ലെങ്കിൽ നമ്മുടെ വല്യമ്മ ആ ധ്യാനം കൂടി, ധ്യാനത്തിലൂടെ നവീകരണമുണ്ടായി, ജീവിതത്തിൽ കുടുംബത്തിൽ വന്ന കേടുപാടുകൾ ആ വല്യപ്പനോ വല്യമ്മയോ അവർ പരിഹരിച്ചു, അവരൊരു മാറ്റം വരുത്തി, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു, അവരുടെ പാപത്തിൻ്റെ വഴികളെ അവർ ഉപേക്ഷിച്ചു, ഒരു വിശുദ്ധ ജീവിതത്തിന് അവരെ തറക്കല്ലിട്ടതുകൊണ്ടാണ് അവർ കേടുപാടുകൾ, അതുവരെ കുടുംബത്തിന് മേൽ, ആ ഫാമിലിയുടെ മേൽ വന്ന കേടുപാടുകൾ അവർ പോക്കിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ സമൃദ്ധി, സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നത് എന്ന് നമ്മുടെ തലമുറ നമ്മളെ നോക്കി പറയും. എത്രയോ വലിയ ഭാഗ്യമായത്, എത്രയോ വലിയ അനുഗ്രഹമായത്. ഹല്ലേലൂയ.
വീണ്ടും യെശയ്യായുടെ പുസ്തകം 61 അധ്യായം 4 വാക്യത്തിൽ പറയുക, തലമുറകളായി ഉണ്ടായ വിനാശം നീ പരിഹരിക്കും എന്ന്. തലമുറകളായി ഉണ്ടായ വിനാശം നീ പരിഹരിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരുപക്ഷേ തലമുറയായി കൈമാറി പൂർവ്വപിതാക്കന്മാരിലൂടെ നിങ്ങളിലേക്ക് വന്ന ചില തകർച്ചകളോ പ്രശ്നങ്ങളോ രോഗങ്ങളോ കടബാധ്യതകളോ നൊമ്പരങ്ങളോ ഒക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതൊക്കെ അവർ ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവയെ തലമുറകളായി വന്ന വിനാശങ്ങളെ നിനക്ക് പരിഹരിക്കുവാൻ സാധിക്കും. നീ പരിഹരിക്കുന്നവനെന്ന് വിളിക്കപ്പെടുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദമ്പതികളെ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് നിങ്ങൾ കൊടുക്കരുത്. എനിക്ക് കിട്ടിയതാണ്, അത് നിനക്കും തന്നേക്കാം എന്ന മനോഭാവത്തിൽ നിങ്ങൾ മക്കളിലേക്ക് കൈമാറരുത്. നിങ്ങൾക്ക് അവയെ ബ്ലോക്ക് ചെയ്യുവാൻ സാധിക്കും, കേടുപാടുകൾ പോക്കുവാൻ സാധിക്കും. നിങ്ങളുടെ മക്കൾ അവരനുഗ്രഹിക്കപ്പെട്ടവരായി, അനുഗ്രഹിക്കപ്പെട്ട തലമുറയുടെ ഉടമകളായി അവർ മാറ്റപ്പെടും. എസെക്കിയേലിന്റെ പുസ്തകം 18 അധ്യായം 19 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു. അവിടെ ഒരു പിതാവിനെ കുറിച്ച്, ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആ മനുഷ്യൻ ചെയ്യാത്ത പാപങ്ങളില്ല, എല്ലാ പാപങ്ങളും ചെയ്തു. 1-ാം പ്രമാണം മുഴുവൻ ലംഘിച്ച്, 2-ാം പ്രമാണം ലംഘിച്ച്, 6-ാം പ്രമാണം ലംഘിച്ച്, തട്ടിപ്പ്, വെട്ടിപ്പ്, മായം, കള്ള പലിശ ഇതെല്ലാം ചെയ്ത് അന്യ ആരാധനകൾ നടത്തി, അവിഹിത ബന്ധങ്ങൾ നടത്തി. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് 18-ാം അധ്യായത്തിൽ. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഒരു മകനുണ്ടായി എന്നവിടെ പറയുക. ആ മകനിലേക്ക് അപ്പനുണ്ടാക്കിയ ആ പാപത്തിൻ്റെതായ ഓരോ പാപപ്രവൃത്തികളും വിനാശങ്ങളും തകർച്ചകളും അതിൻ്റെ അനന്തരഫലങ്ങളും ഈ മകനിലേക്ക് വന്നില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുക. എന്താ വചനം പറയുന്നത്? 19-ാമത്തെ വാക്യം. എന്തുകൊണ്ട് ഈ അപ്പൻ്റെ പാപത്തിൻ്റെ പരിണിതഫലം ഈ മകനിലേക്ക് വന്നില്ല? വചനം പറയുകയാണ്, ഈ മകൻ അപ്പൻ്റെ പ്രവർത്തികളെ അനുകരിക്കാതെ ദൈവഹിതപ്രകാരം നടക്കുകയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കാനും തയ്യാറായപ്പോൾ അവൻ്റെ മേൽ അപ്പൻ്റെതായ ഒരു പാപത്തിൻ്റെ പ്രവൃത്തിയും വന്നില്ല. ഈ മകൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പനായി ഉണ്ടാക്കിയ കേടുപാടുകൾ, അപ്പനായി സൃഷ്ടിച്ച തകർച്ചകൾ, അപ്പനായി ഉണ്ടാക്കിയ ശാപങ്ങൾ, അതിൻ്റെ അനന്തര ഫലങ്ങൾ, പ്രിയമുള്ളവരെ, ഇവിടെ ഈ മകനിലേക്ക് വന്നേയില്ല. കാരണം എന്താ? ഈ മകൻ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവനായി മാറി. യേശുവിനെയും അവൻ്റെ വചനത്തെയും ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിതം നവീകരണത്തിലൂടെ ജീവിക്കുവാൻ തയ്യാറായതുകൊണ്ട്, അങ്ങനെ തയ്യാറായ പ്രവൃത്തിയാണ് കേടുപാടുകൾ പോക്കുക എന്ന് പറയുന്നത്. അപ്പനുണ്ടാക്കിയ കേടുകളും പാടുകളും പ്രശ്നങ്ങളും എല്ലാം ഈ മകൻ അത് പോക്കുകയാണ്, അത് മായ്ച്ചു കളയുക, അതിന് പരിഹാരമുണ്ടാക്കുകയാണ്. എങ്ങനെ? ദൈവവചനം എന്തു പറയുന്നു ആ വചനം അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ. ഹല്ലേലൂയ. ആ മകൻ അപ്പൻ ചെയ്ത ഒരു പാപത്തിൻ്റെ പരിണിത ഫലത്തിനും ഈ മകനിലേക്ക് ശിക്ഷ വന്നില്ല, അവൻ ജീവിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുഞ്ഞുമക്കൾ, കൊച്ചുമക്കൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്ന കേടുപാടുകൾ പോക്കേണ്ടത്, പരിഹരിക്കേണ്ടത് നിങ്ങളാണ്. സക്യൂസിനെ നോക്കുക. സക്യൂസിൻ്റെ ജീവിതത്തിൽ സമ്പത്തുണ്ടായിരുന്നു, പക്ഷേ
സമ്പത്തല്ലാത്ത ഒന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. സമാധാനമില്ലായിരുന്നു, സമാധാനമില്ല, സന്തോഷമില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലായിരുന്നു. അവൻ ഒറ്റപ്പെട്ടവനായിരുന്നു, അപകർഷതാബോധത്തിന് അടിമയായിരുന്നു. നാട്ടുകാരെല്ലാം അവനെ ഒരു പാപിയായിട്ടാണ് കണ്ടിരുന്നത്. നാട്ടുകാരെല്ലാം അവനെ ഒറ്റപ്പെടുത്തിയിരുന്നു. പക്ഷേ എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായപ്പോൾ, തൻ്റെ അകത്തെ കേടുപാടുകൾ അവൻ പോക്കാൻ, കേടുപാടുകൾ മാറ്റാൻ അവർ ശ്രമിച്ചപ്പോൾ യേശു പറയാണ്, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നു എന്ന്. ഇന്ന് ഈ കുടുംബത്തിന് സക്യൂസ് എന്ന ഒറ്റ വ്യക്തി, കുടുംബനാഥൻ കേടുപാടുകൾ പോക്കിയപ്പോൾ അതിൻ്റെ ഫലം ഭാര്യയിലേക്കും മക്കളിലേക്കും തലമുറകളിലേക്കും വന്നു. ഒരാളുടെ ജീവിതത്തിലെ മാനസാന്തരം അവൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക്, അനുഗ്രഹത്തിന് കാരണമായി. കണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തെ, പാപവഴികളെ, ലോകത്തെ, ലോകസുഖങ്ങളെ, ജഡത്തെ, ജഡ താല്പര്യങ്ങളെ, രഹസ്യഭാവങ്ങളെ ഒക്കെ മുറിച്ചു മാറ്റേണ്ടത് മുറിച്ചു മാറ്റാൻ തയ്യാറായാൽ, ലോകശബ്ദം കേൾക്കാതെ ദൈവശബ്ദം കേൾക്കുക, ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറിയാൽ, നിങ്ങൾ വഴി, നിങ്ങളുടെ ജീവിത നവീകരണം വഴി നിങ്ങൾ കേടുപാടുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ കേടുപാടുകൾ പോക്കുന്നത് വഴി അനേകം തലമുറകൾ നിങ്ങളെ ഓർത്ത് നാളെ നന്ദി പറയും. അനേക തലമുറകൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. കേടുപാടുകൾ പോക്കിയവർ എന്ന് വിളിക്കപ്പെടാൻ നീ ഇടവരും. ഹല്ലേലൂയ. ആയതിനാൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. നിങ്ങളുടെ ജീവിതത്തെ യേശുവിനായി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ദമ്പതികളെയും മാതാപിതാക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടേതായ ജീവിതത്തിൽ വന്ന പാഴ്ചകളെ ഓർത്ത് മാതാപിതാക്കളെ ചീത്ത പറയാതെ, തെറി പറയാതെ, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ, അതിന് എനിക്ക് ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ആ ബോധ്യം ഇവരുടെ ഉള്ളിലോട്ട് കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേലുള്ള ശാപങ്ങൾ മാറട്ടെ, കേടുപാടുകൾ പോക്കപ്പെടട്ടെ. കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന, ഇത് കാണുന്ന ഓരോ മക്കളിലേക്ക് ഇപ്പോൾ തന്നെ നിന്റെ അത്ഭുത കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന ജീവിതങ്ങളെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശകൾ വിട്ടുപോകട്ടെ, കുറ്റബോധങ്ങൾ വിട്ടുപോകട്ടെ, ദുഃഖങ്ങൾ വിട്ടുപോകട്ടെ, പഴിക്കുന്ന സ്വഭാവം മാറട്ടെ, ശാപവാക്കുകൾ പറയുന്ന സ്വഭാവം, സ്വയം ശപിക്കുന്ന സ്വഭാവം, ഈ അനർത്ഥങ്ങൾക്ക് കാരണക്കാരായിരിക്കുന്നവരെ ശപിക്കുന്ന സ്വഭാവം യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവേ, ഞങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യുവാൻ, ഞങ്ങളുടെ പാപത്തിന്റെ വഴികളെ ഉപേക്ഷിക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കൃപ ചൊരിയണമേ. പൂർവ്വപിതാക്കന്മാരുടെ പാപം കർത്താവേ, അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ ഇവരെ നീ തൊടണമേ, ഇവരെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ തന്നെ കൃപ ഇവരുടെ മേൽ ഒഴുകട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. കേടുപാടുകൾ പോക്കുന്നവനെന്ന് വിളിക്കപ്പെടുവാൻ തക്ക വിധം കർത്താവ് ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവവചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ദൈവ കൽപ്പനകളനുസരിക്കുന്ന മകനായി മകളായി മാറുവാൻ, അങ്ങനെ ഒരു തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ ഇടവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദമ്പതികൾ ഐക്യത്താൻ നിറയട്ടെ, ഭിന്നത മാറട്ടെ, ഐക്യത്താൻ നിറയട്ടെ, സ്നേഹത്താൻ നിറയട്ടെ. ലോകഭ്രമങ്ങൾ, ഭൗതിക ഭ്രമങ്ങൾ, ജഡിക താല്പര്യങ്ങൾ, ആസക്തികൾ, വിദ്വേഷം, വെറുപ്പ്, പക, കുറ്റപ്പെടുത്തലുകൾ, അവിടെയെല്ലാം കറക്ഷൻസ് കടന്നു വരട്ടെ. കർത്താവെ, കറക്റ്റ് ചെയ്യപ്പെടട്ടെ. അവിടെയെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, അഭിഷേകം വ്യാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ക്രിയ ചെയ്യണമേ. ഓ, അനേകം തലമുറകളുടെ അടിസ്ഥാനം ഇന്നിവിടെ പണിയപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. കൃപയൊഴുകട്ടെ, കൃപ നിറയട്ടെ. യേശുവേ, ആരാധന.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ, ഈ കുടുംബത്തിന് വേണ്ടി ഓരോ മക്കൾക്ക് വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. God bless you. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ